ത്രിവേണി സംഗമം. ഈ ത്രിവേണി സംഗമത്തിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ബോട്ടുകൾ ഉണ്ടായിരുന്നു. 5 മണിവരെ ബോട്ടുള്ളൂ, അതിനുശേഷം ബോട്ട് വിടില്ല. അപ്പോൾ ഇത് അവിടുന്ന് കറങ്ങിയാണ് ഈ ബോട്ട് ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ ബോട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ത്രിവേണി സംഗമം നടക്കുന്നത്. ഇവിടെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്നാണ് കുളിച്ച് സ്നാനം ചെയ്തിട്ട് പോകുന്നത്. ഇവിടുന്ന് വരുന്നത് യമുന, ഇവിടുന്ന് വരുന്നത് ഗംഗ, അതിൻ്റെ നടുക്കിൽ കൂടെയാണ് സരസ്വതി വരുന്നത്. ഈ 3 സംഗമം നടക്കുന്ന 3 നദികളുടെ സംഗമമാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. ഈ സംഗമത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ലക്ഷോപലക്ഷം ജനലക്ഷങ്ങളാണ് ആൾക്കാരാണ് വന്ന് കുളിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പുണ്യനദിയിൽ കുളിക്കാൻ വേണ്ടി ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രി 10 മണി വരെ, 11-12 മണി വരെ ഇവിടെ കുളിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പാണ്. കാരണം ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ തന്നെ ഒരുപാട് പേര് മരിച്ച ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സെക്യൂരിറ്റി ആയിട്ടൊക്കെ പോകുന്ന ഒരു സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും ക്രൗഡാണ്. ഇതാണ് ക്രൗഡ്. ഇത്രയും കോടിക്കണക്കിന് ആൾക്കാരാണ് വന്നിരിക്കുന്നത്. ഇവിടെ ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലത്ത് നിന്നും ക്യാമറാമാൻ മണികണ്ഠനോടൊപ്പം മനോജ് വാസുദേവ്.